ഫ്രണ്ട്സ്, എല്ലാവർക്കും നേഴ്സസ് കോർണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓസ്കി എക്സാമിൻ്റെ ഒരു ക്ലാസ്സുമായിട്ടാണ്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം, നമ്മൾ ഓസ്കി സീരീസ് എന്ന് പറഞ്ഞ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിലെ ഫസ്റ്റ് ക്ലാസ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ഓസ്കി എന്നുള്ള നിലയിൽ കഴിയുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഓസ്കി എക്സാം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് അസസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഓസ്കിയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, 6 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. എപ്പായ സ്റ്റേഷനിലെ ഫസ്റ്റ് സ്റ്റേഷൻ അസസ്മെൻറ്റ്. അപ്പം അസസ്മെൻറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനറലായിട്ട് നമുക്ക് കിട്ടുന്ന പേഷ്യൻറ്റിനെ നമ്മൾ അസസ് ചെയ്യുന്നു. അതിനുശേഷം ആ അസസ്മെൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കി സ്റ്റേഷൻ നമ്മൾ കെയർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അസസ്മെൻറ്റ്. അപ്പോൾ ഈ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമ്മൾ വരുമ്പം എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഈ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമുക്ക് അവിടെ ഒരു റിയൽ പേഷ്യൻറ്റിനെ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമ്മൾ എക്സാം റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ പുറത്തിരിക്കുമ്പം നമുക്കൊരു 5 മിനിറ്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക്ലെറ്റ് പോലുള്ളൊരു സംഭവം തരും. അതായത് പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അത് ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെ ഇരിക്കുന്ന ഒരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടും. അത് പേഷ്യൻ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു 5 മിനിറ്റ്സ് നമുക്കിത് വായിക്കാനൊന്നും തരും. അപ്പോൾ ഒരാൾ ഇൻവിജിലേറ്റർ നമ്മുടെ കൂടെ കാണും. നമ്മൾ ഈ 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാനുള്ള ടൈമേ കിട്ടത്തുള്ളൂ. ആ 5 മിനിറ്റ്സ് വായിച്ച് കഴിഞ്ഞ് ഇവരെ നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങ് മേടിക്കും. അപ്പോൾ നമ്മൾ ഈ 5 മിനിറ്റ്സ് ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ, പേഷ്യൻ്റ് എന്തെങ്കിലും അലർജി ഉണ്ടോ, അല്ലെ ഗ്ലാസ് യൂസ് ചെയ്യുന്നോ, ഡെഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നോ, ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നോ, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 5 മിനിറ്റ്സ് നമ്മൾ ആ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഒരു ബുക്ക്ലെറ്റ് വായിക്കാൻ തരും. അത് നമ്മൾ വായിക്കുന്നു. 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അസസ്മെൻറ്റ് റൂമിലോട്ട് കയറുകയാണ്. നമ്മൾ കയറുമ്പം ആ റൂമിനകത്ത് ഒരു എക്സാമിനർ കാണും. ഇനി ആ ഒരു റൂമിൻ്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കും? റൂമിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബെഡ്, റിയൽ പേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് മാനിക്കിനാണ്, റിയൽ പേഷ്യൻ്റ് ഇല്ല. അപ്പം അല്ലെങ്കിൽ നമുക്കതൊരു അസസ്മെൻറ്റ് സ്റ്റേഷൻ്റെ ഒരു റിയൽ പേഷ്യൻ്റ്, ഒരു ബെഡ്, പിന്നെ ഒരു ബെഡ് സൈഡ് ടേബിള്, പിന്നെ കോൾ ബെല്ല്, പിന്നെ ഒബ്സർവേഷൻ നോക്കാനുള്ള എല്ലാ ടൂൾസും, ബ്ലഡ് പ്രഷർ, ഇത് മോണിറ്റർ, പിന്നെ നമ്മുടെ തെർമോമീറ്റർ, പൾസ് ഓക്സിമീറ്ററിൻ്റെ പ്രോബ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ആ ഒരു സെറ്റപ്പ്, ഒരു പേഷ്യൻ്റ് റൂമിൻ്റെ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമുക്കുള്ള ടൈം എന്ന് പറയാം, അലോട്ടഡ് ടൈം 12 മിനിറ്റ്സ് ആണ്. നേരത്തെയൊക്കെ അത് 15 മിനിറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ അത് 12 മിനിറ്റ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമ്മൾ എന്തൊക്കെ അസസ്മെൻ്റ് ആണ് യൂഷ്വലി നമുക്ക് കിട്ടാറുള്ളത്. ഒന്ന്, ന്യൂസ് 2, അതായത് നാഷണൽ ഏർലി മോർണിംഗ് സ്കോർ 2 ഒന്ന്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് നമ്മൾ ഫില്ല് ചെയ്യണം. അസസ് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റ് ഒന്ന് ന്യൂസ് 2. 2, ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ്, അതായത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അപ്പം രണ്ടാമത്തേത് കഴിഞ്ഞ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ്. മൂന്നാമത്തേത് ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം, കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ ചെയ്യുന്ന ഒബ്സർവേഷൻ മാത്രം, അതായത് ടെമ്പറേച്ചറും പൾസ് റെസ്പിറേഷനും ബ്ലഡ് പ്രഷറും മാത്രമുള്ള ഒബ്സർവേഷൻ്റെ ഒരു ഫോം. 4, PHQ-9, അതായത് പേഷ്യൻ്റ് ഹെൽത്ത് ക്വസ്റ്റ്യനെയർ. 5, മസ്റ്റ്, മാൽന്യൂട്രീഷൻ യൂണിവേഴ്സൽ സ്കോർ 2, അതാണ് മസ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചിലവർക്ക് നമുക്ക് ഈ ഒബ്സർവേഷനും ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് കിട്ടുമ്പോൾ അതിനകത്ത് ഒബ്സർവേഷനും ന്യൂറോളജി രണ്ടും ഉണ്ട്. അപ്പം നമ്മൾ അത് കുറച്ച് ഫാസ്റ്റ് ആക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത്. ഏത് കിട്ടിയാലും ഓർക്കുക 12 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ പറ്റി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ മനസ്സിലൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഈ ഒരു 12 മിനിറ്റ്സ് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അവിടെ നിന്ന് കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. സോ നമുക്ക് ആദ്യം തന്നെ ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് റൂമിൻ്റെ സെറ്റിംഗ് ഞാൻ പറഞ്ഞു. നമ്മൾ ആ റൂമിലോട്ട് കയറി ചെല്ലുന്ന കാര്യം വരെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതാണ് കയറുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ കയറി ചെല്ലുമ്പം ആ റൂമിൻ്റെ അകത്ത് ഒരു എക്സാമിനർ കാണും. അപ്പോൾ ആ എക്സാമിനർ നമ്മളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് റൂം, ഇങ്ങനെയാണ് സെറ്റപ്പ്, പിന്നെ ഇതാണ് എക്യുപ്മെൻറ്റ്, BP അപ്പാരറ്റസ് ഇതാണ്, ടെമ്പറേച്ചർ നോക്കുന്ന ഇതാണ്, SpO2 ഇതാണ്, എല്ലാം പറയാം, കോൾ ബെൽ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ അറിയാമോ, യു വാണ്ട് ടു ട്രൈ. അപ്പോൾ അവർ നമ്മളോട് വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തെർമോമീറ്റർ ടിംബാനിക്കാണ്. അപ്പോൾ നമുക്കതൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരോട് ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് എക്സാമിനറിനോട് ചോദിക്കാൻ പറ്റും.
അപ്പോൾ അവർ നമുക്കെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരും. അപ്പോൾ ഇതെല്ലാം ഈ ടൈമിൽ കൂടാതെ തന്നെ നമ്മൾ കയറി ചെല്ലുന്നതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ടേബിളിൽ നമ്മുടെ അസസ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് ന്യൂസ്റ്റീവ് ആണോ ന്യൂറോളജിക്കൽ അസസ്മെൻ്റ് ആണോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോമും കാണും. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നു, നമ്മുടെ ഫൈൻഡിങ്സ് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, നമ്മളത് വെർബലൈസ് ചെയ്യും. ഇതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കെന്താ ഈ ടാസ്ക് കിട്ടും. നമ്മുടെ ഇന്ന ഡേ ടുഡേ ഈസ് ഇന്ന ഡേറ്റ് ടൈം ഈസ് ഇത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടൈമാണ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുക, ആ ടൈം വേണം നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ്റെ അതിൽ ഇടാൻ. ഇനി ഇൻ കേസ് ഒന്ന് ഡേറ്റും ടൈമും മാറിപ്പോയത് കൊണ്ട് ആരും ഫെയിലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ടവർ പാസ്സായിട്ടുണ്ട്. ഇൻ കേസ് ആ ഡേറ്റും ആ ടൈം അല്ലെങ്കിലും അസസ്മെൻറ്റ് സ്റ്റേഷനിൽ അതൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും പാസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അസസ്മെൻറ്റ് സ്റ്റേഷൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം എന്തൊക്കെയാണ് നമ്മളതിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ജനറലായിട്ട് ഇപ്പോൾ അസസ്മെൻറ്റ് സ്റ്റേഷനാണെങ്കിലും പിന്നെ സ്കിൽസ് ആണെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേഷനാണെന്നുണ്ടെങ്കിലും നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹാൻഡ് വാഷിങ്ങിൻ്റെ മൊമെൻറ്റ്സും. ജസ്റ്റ് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. നമ്മൾ ഹാൻഡ് ഹൈജീൻ ഫോളോ ചെയ്യേണ്ടത് ഈ അസസ്മെൻറ്റ് സ്റ്റേഷനിലാണെങ്കിലും ഏത് സ്കില്ലിലാണെങ്കിലും നമ്മൾ യൂണിവേഴ്സലായിട്ട് പഠിക്കുന്നുണ്ടല്ലോ 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറയാം. ബിഫോർ ടച്ചിങ് പേഷ്യൻറ്റ്, ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻറ്റ്, ബിഫോർ ഡൂയിങ് എനി അസെപ്റ്റിക് പ്രൊസീജിയർ, ആഫ്റ്റർ ടച്ചിങ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻറ്റ് സറൗണ്ടിങ്. സോ ഇതാണ് 5 moments. സോ ഈ 5 moments എപ്പോഴൊക്കെ വരുന്നു, അതായത് പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ തൊട്ടതിന് ശേഷം നമ്മൾ ഹാൻഡ് റബ് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഹാൻഡ് റബ് യൂസ് ചെയ്യണം. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ഓക്കെ, ഇനി മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനൊക്കെ കാര്യം വരുവാണെങ്കിൽ അവിടെ നമ്മൾ ഹാൻഡ് വാഷ് തന്നെ മസ്റ്റാണ്. അപ്പം ഈ ഒരു അസസ്മെൻറ്റിലൊന്നും നമ്മൾ റിയൽ ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഹാൻഡ് റബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ 5 moments നമ്മൾ എവിടെ ഓസ്കി ത്രൂ ഔട്ട് നമ്മുടെ മനസ്സിലിരിക്കണം. ഞാൻ എവിടെ പേഷ്യൻറ്റിനെ തൊട്ടു അല്ലെങ്കിൽ ഒരു ടേബിളെ തൊട്ടു ഉടനെ ഹാൻഡ് റബ് ചെയ്യണം. അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഹാൻഡ് റബ്, അതായത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹാൻഡ് റബിൻ്റെ സ്റ്റെപ്സ് എക്സാമിനറിനോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അതായത് ഐ ആം ഫോളോയിങ് ദ 7 steps വൈൽ ഡൂയിങ് ഹാൻഡ് റബ്. നമ്മൾ പേഷ്യൻ്റ് റൂമിലോട്ട് ചെല്ലുമ്പം ഇന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജനറലായിട്ട് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ ഹാൻഡ് റബ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആയിട്ടുണ്ട്? 7 steps ആണ്. പാം ടു പാം, റൈറ്റ് പാം ഓവർ ദ ലെഫ്റ്റ് ഡോസം, ലെഫ്റ്റ് പാം ഓവർ ദ റൈറ്റ് ഡോസം, interlacing, interlocking, rotational rubbing of the thumb, clasped fingers moving forward and backward, rotation of the wrist. അങ്ങനെ 7 steps ആണ്. ഇതൊരു പ്രാവശ്യമെങ്കിലും നമ്മൾ വെർബലൈസ് ചെയ്തിരിക്കണം എക്സാമിനറിനോട്. എങ്കിലല്ലേ എക്സാമിനർ അറിയത്തുള്ളൂ നമുക്കത് അറിയാമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ 5 moments ഫോളോ ചെയ്യുക. ഹാൻഡ് റബിന് 7 steps ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം അത് പറയണമെന്നേ ഉള്ളൂ, പിന്നെ എല്ലാ പ്രാവശ്യവും പറയേണ്ട. പക്ഷെ നമ്മൾ ഈ 7 steps ഇങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ട് എക്സാമിനറെ കാണിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നമ്മൾ അസസ്മെൻറ്റ് സ്റ്റേഷനിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുന്നേ അതിൻ്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അസസ്മെൻറ്റിൻ്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ മാർക്കിംഗ് ക്രൈറ്റീരിയ വായിക്കാം. ക്ലീൻ ഹാൻഡ്സ് വിത്ത് ആൽക്കഹോൾ ഹാൻഡ് റബ് ഓർ വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആൻഡ് ഡ്രൈ വിത്ത് പേപ്പർ ടവൽ. അപ്പോൾ ഹാൻഡ് വാഷിങ്ങിന് മാർക്കുണ്ട്. മേ വെർബലൈസ് ഓർ മേക്ക് എൻവയൺമെൻറ്റ് സേഫ്റ്റി പറയുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മളെ. ചെക്ക് ID വിത്ത് പേഴ്സൺ, അതായത് പേഷ്യൻ്റെ ID നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് പേഴ്സൺ നെയിം ഈസ് എസെൻഷ്യൽ ആൻഡ് ഐദർ ദ ഡേറ്റ് ഓഫ് ബർത്ത് ഹോസ്പിറ്റൽ നമ്പർ. അപ്പം നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, NHS നമ്പർ, അതായത് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുക. പിന്നെ റിസ്റ്റ് ബാനും ഡോക്യുമെൻറ്റും കൂടെ വെച്ച് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, NHS നമ്പർ ചെക്ക് ചെയ്യുക. കൺസെൻറ്റ് എടുക്കുക. എല്ലാത്തിനും ഇസായിട്ട് ഓക്കെ അല്ലെ, ആർ യു ഹാപ്പി ടു പ്രൊസീഡ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കൺസെൻറ്റ്. പിന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് ലെവലിൽ നിന്നിട്ട് നമ്മൾ പേഷ്യൻ്റ് അസസ്മെൻ്റ് ചെയ്യുക. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വിസിറ്റിൻ്റെ റീസൺ അത് പറയുക. പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ ഡേറ്റും ടൈമും സിഗ്നേച്ചർ, അതിന് മാർക്കുണ്ട്. പിന്നെ മെഷേഴ്സ് ആൻഡ് ഡോക്യുമെൻ്റ് ഒബ്സർവേഷൻ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിനുണ്ട്. മേ ഐഡൻറ്റിഫൈ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പേഴ്സൺ സിംറ്റംസ്. അപ്പോൾ എന്തെങ്കിലും സിംറ്റമോ അല്ലെങ്കിൽ സ്കോർ, അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മെഡിക്കേഷൻ കറക്റ്റ് ടൈമിൽ പേഷ്യൻ്റ് എടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. പിന്നെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് മോഡൽ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുക. നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരുടെ അസിസ്റ്റൻസ് എന്തൊക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളും. അലർജീസ് ഉണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്സ് സെലക്ട് ചെയ്യുക, അവരുടെ നീഡ് അനുസരിച്ചിട്ട് ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുക, അപ്രോപ്രിയേറ്റ് ആവുക. പിന്നെ അസസ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എൻഡ് ചെയ്യിക്കുക. പിന്നെ ഫൈൻഡിങ്സ് നമ്മൾ അതായത് പേഷ്യൻറ്റിനോട് പറയുക, എല്ലാം ഇത് നോർമലാണ് അങ്ങനെയുള്ളതല്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം
ആദ്യം അസസ്മെൻറ്റ് പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് മാർക്കിംഗ് ക്രൈറ്റീരിയ എന്ന് ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് ഈ പോയിൻറ്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഹാൻഡ് വാഷ് ചെയ്യുക, ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്ന കാര്യങ്ങൾ, അലർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളും, അങ്ങനെ ഇതിനകത്തിലെ 16 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അസസ്മെൻറ്റ് സ്റ്റേഷനിൽ എന്ന് നമ്മൾ കണ്ടു. അതായത് അസസ്മെൻറ്റ് സ്റ്റേഷനെ എന്തിൻ്റെ ബേസിസിലാണ് മാർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂസ് 2 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഫുൾ ഫോം? നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ന്യൂസ് 2 എന്ന ഫോം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓസ്കിയിൽ നമുക്കുള്ളത് ന്യൂസ് 2 ആണ്. അതായത് ഇവിടെ UK വേറൊരു പഴയ ഫോമാണ് ന്യൂസ്, അതായത് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ. അതിൽ 2 എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പോൾ ഈ ന്യൂസും ന്യൂസ് 2 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ന്യൂസിൽ നമ്മളെന്താ സാധാ എല്ലാ ഡിസീസ് കണ്ടീഷനും ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഒബ്സർവേഷൻ എഴുതും. ന്യൂസ് 2 എന്ന് പറഞ്ഞാൽ അതായത് COPD അല്ലെ ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ടാർഗറ്റ് സാച്ചുറേഷൻ 88 to 92 മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ട മതിയുള്ള പേഷ്യൻസിന് അവരുടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് SpO2 റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. സാധാ പേഷ്യൻസിൻ്റെ SpO2 റെക്കോർഡ് ചെയ്യാൻ ഒരു ഏരിയയും ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ COPD അങ്ങനെയുള്ള അതായത് ടാർഗറ്റ് സാച്ചുറേഷൻ 88 to 92 മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ട പേഷ്യൻസിന് നമുക്കൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ SpO2 മാർക്ക് ചെയ്യാൻ 2 ഏരിയ ഉണ്ട്, ഒന്ന് മുകളിൽ ഒന്ന് താഴെ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ന്യൂസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം COPD പേഷ്യൻസിന് ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് അവർക്ക് നമുക്ക് സാച്ചുറേഷൻ 95 to 100 ഒക്കെ വേണം നോർമൽ. അപ്പോൾ അവർക്ക് നോർമൽ 88 to 92 മതി. അപ്പോൾ COPD അല്ല ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ള പേഷ്യൻസിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ സെക്കൻഡ് ലെവലിൽ ന്യൂസ് 2 അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയി പോകും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് റൂമിലോട്ട് കയറി ചെന്ന് എക്സാമിനർ നമ്മളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, നമ്മളെല്ലാം റെഡിയായി. അപ്പോൾ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു വോളിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ടൈം കാണാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ പേഷ്യൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നു. അപ്പോൾ നമ്മളിങ്ങനെ 4 സൈഡ് നോക്കി നമ്മൾ പറയേണ്ടത് ഐ എൻറ്റർഡ് ദ റൂം ചെക്കിംഗ് ഫോർ ദ സീൻ സേഫ്റ്റി, ദ സീൻ ഈസ് സേഫ് ഫോർ മീ ടു അപ്രോച്ച്. നമ്മൾ റൂമിലോട്ട് കയറുന്നു. നമ്മൾ ആ സീനൊക്കെ ഒന്ന് തറയിൽ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ടേബിളൊക്കെ വല്ലാണ്ട് നമ്മളെ തട്ടി വീഴുന്ന രീതിയിലോ അല്ലെങ്കിൽ തറ ചവിട്ടുന്ന രീതിയിലോ എന്തെങ്കിലും വയറോ കിടപ്പുണ്ടോ, സീൻ സേഫ് ആണോ നോക്കുക. സേഫ് ആണെങ്കിൽ അത് വെർബലൈസ് ചെയ്യുന്നു എന്നുള്ള പറയാം. എൻറ്റർ ദ റൂം ചെക്കിംഗ് ഫോർ ദ സീൻ സേഫ്റ്റി, ദ സീൻ ഈസ് സേഫ് ഫോർ മീ ടു അപ്രോച്ച്. അപ്പോൾ അത് കഴിഞ്ഞു, ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം. ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് അപ്പം അടുത്തത് പറയാം എൻഷുർ ദാറ്റ് ദ ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി ഓഫ് ദ പേഷ്യൻറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ ക്ലോസിങ് ദ ഡോർസ് ആൻഡ് കർട്ടൻസ് ആൻഡ് വിൻഡോസ്. അപ്പം നമുക്ക് അതെല്ലാം ഓപ്പൺ ആണ്, നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻ്റെ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അത് കഴിഞ്ഞു. അപ്പോൾ എൻറ്റർ ദ റൂം ചെക്കിംഗ് ഫോർ ദ സീൻ സേഫ്റ്റി, ദെൻ എൻഷുറിംഗ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി ഈസ് പ്രൊവൈഡഡ് ബൈ ക്ലോസിംഗ് ദ ഡോർസ് കർട്ടൻസ് ആൻഡ് വിൻഡോസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത നമ്മൾ എന്താണ് പേഷ്യൻ്റ് റൂമിലോട്ട് നമ്മളിങ്ങനെ നടന്ന് ചെല്ലുകയാണ്. നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ആ നടന്നു പോകുന്ന സമയം തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് റബ് ചെയ്യാം. സോ നെക്സ്റ്റ് ഈസ് ഐ എം ഡൂയിങ് ദ ഹാൻഡ് റബ് എൻഷുറിംഗ് ദാറ്റ് ഐ ഫോളോ ദ 7 steps ഓഫ് ഹാൻഡ് ഹൈജീൻ. നമുക്ക് വേണേൽ വെർബലൈസ് ചെയ്യാം, പാം ടു പാം. ഞാൻ മുമ്പേ പറഞ്ഞ ആ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ സ്റ്റെപ്സ് ഒന്ന് വെർബലൈസ് ചെയ്യുക ഫസ്റ്റ് തിങ്. ഇനി അത് വെർബലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വെർബലൈസ് ചെയ്യുന്നു. നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ കയറി ചെല്ലും. പേഷ്യൻസ് ഇങ്ങനെ കിടക്കുക, പേഷ്യൻ്റ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹലോ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ലിൻസി, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ഹിയർ ആൻഡ് ഐ വിൽ ബി യുവർ നഴ്സ് ടുഡേ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം യുവർ അറ്റൻഡിങ് നഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ക്യാൻ യു പ്ലീസ് ടെൽ മി യുവർ ഫുൾ നെയിം, നിങ്ങളുടെ ഫുൾ നെയിം ഒന്ന് പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നു, ഇപ്പം സപ്പോസ് മൈ നെയിം ഇസ് ആനി സ്റ്റാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ ചോദിക്കുന്നു ഹൗ ക്യാൻ ഐ കോൾ യു, എനിക്ക് അങ്ങനെ നിങ്ങളെ വിളിക്കാം. യു ക്യാൻ കോൾ മീ ആനി. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. അപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ പറഞ്ഞു ഇനി നമ്മളിൽ ഒരു ഡോക്യുമെൻറ്റ് തന്നിട്ടുണ്ടല്ലോ, നമ്മുടെ അസസിങ് ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പേഷ്യൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കാണും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം പറഞ്ഞു, ഹൗ ക്യാൻ ഐ കോൾ യു അത് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കണം ക്യാൻ യു പ്ലീസ് ടെൽ മി യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, ഇപ്പം 11/5/1960. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ് പേഷ്യൻ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചോദിക്കുകയാണ് അവൾ പേഷ്യൻ്റെ കയ്യിൽ ID ബാൻഡ് കാണും. അപ്പോൾ നമ്മൾ അത് വെരിഫൈ ചെയ്യുകയാണ് നമുക്ക്, അതായത് പേഷ്യൻ്റ് പറഞ്ഞ ഡീറ്റെയിൽസും നമ്മൾക്ക് ഡോക്യുമെൻ്റ് കിട്ടിയിരുന്ന പേഷ്യൻറ്റും റൈറ്റ് ആണ്. സോ നമ്മൾ വിത്ത് ദ റൈറ്റ് പേഷ്യൻ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ID ചെക്ക് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റുകൾ നമ്മൾ പേഷ്യനോട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നമ്മൾ പേഷ്യനോട് കൺസെൻറ്റ് എടുക്കണം. സോ ക്യാൻ ഐ ചെക്ക് യുവർ ID, ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു? ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റ് പറയുകയാണ് യാ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ചെക്ക് മൈ ID. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ പേഷ്യൻ്റെ ഫുൾ നെയിം ഒന്ന് നമ്മളുടെ പേഷ്യൻ്റ് വെർബലൈസ് ചെയ്തു, നെയിം പറഞ്ഞു, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഇനി നമ്മൾ ഡോക്യുമെൻറ്റും IDയും കൂടെ വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളെങ്ങനെ പേഷ്യൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം. ഓക്കെ, ദ നെയിം ഈസ് ഓക്കെ മിസ്സസ് ആനി സ്റ്റാർക്ക്. നമ്മൾ ഡോക്യുമെൻറ്റിലൂടെ ഇങ്ങനെ നോക്കി ആനി സ്റ്റാർക്ക്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത്
11/5/1960, date of birth 11/5/1960, NHS number is 1234. Okay, so I'm ensuring that I'm with the right patient. സോ അപ്പം ഐ ഡിയിൽ നമ്മൾ വെരിഫൈ ചെയ്തു നമുക്ക് റൈറ്റ് പേഷ്യൻ്റ് ആണെന്നുള്ളത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, എന്തെങ്കിലും അലർജി ഉണ്ടോ അല്ലെ പെയിൻ ആണോ. അപ്പം ഐ ഡി അലർജി പെയിൻ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറയണം. അപ്പം നമ്മൾ അടുത്ത് ചോദിക്കേണ്ടത് ഹാവ് യു ഗോട്ട് എനി അലർജീസ് മിസ്സസ് ആനി, അല്ലെ ആനി ഹാവ് യു ഗോട്ട് എനി അലർജീസ് എന്ന് ചോദിച്ചു. അപ്പം പേഷ്യൻ്റ് പറയും ഐ ആം അലർജിക് ടു കൊടി, അല്ലെ ചില പേഷ്യൻസ് ഐ ആം അലർജിക് ടു എന്താ ഫുഡ്, പീനട്സ്, അല്ലെ ലാറ്റിക്സ്, അപ്പം റബ്ബറുമായിട്ടുള്ളൊക്കെ അലർജികൾ. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചോദിച്ചു. അടുത്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചോദിക്കേണ്ടത് എന്തുവാ, ഹാവ് യു ഗോട്ട് മേരി ഓർ ആനി, ആർ യു ഇൻ എനി പെയിൻ. പേഷ്യനോട് നമ്മൾ ചോദിക്കുകയാണ് ആർ യു ഇൻ എനി പെയിൻ. അപ്പോൾ പറയാം ഐ എം ഹാവിങ് സിവിയർ പെയിൻ, അല്ലെ ഐ എം ഹാവിങ് പെയിൻ ഇൻ മൈ അബ്ഡോമൻ. പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ പെയിൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിക്കട്ടെ പെയിൻ ഉണ്ടെന്ന് പറയുകയാണേ. ഓക്കെ, ക്യാൻ യു പ്ലീസ് റേറ്റ് മീ യുവർ പെയിൻ ഓർ ക്യാൻ യു പ്ലീസ് സ്കോർ യുവർ പെയിൻ ഫ്രം എ സ്കെയിൽ ഓഫ് 0 to 10, where 0 being the least and 10 being the worst pain that you have ever experienced. അതായത് പെയിൻ ഉള്ള പേഷ്യൻസിനോട് നമ്മൾ പറയുക താങ്കൾക്ക് ആ പെയിൻ ഒന്ന് റേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റുമോ. 0 to 10 എന്നുള്ള സ്കെയിലിൽ 0 ഏറ്റവും ലോവസ്റ്റും 10 അതായത് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അത് അത്രയും വേസ്റ്റ് സിവിയർ പെയിൻ ആണോ. അപ്പം ഏതാണ് ഈ 0 to 10 ഇടയ്ക്ക് ഒരു നമ്പർ നിങ്ങൾക്ക് പറയാമോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ പേഷ്യൻ്റ് ഇപ്പം സപ്പോസ് പറയുകയാണ് ഇപ്പോൾ 5 അല്ലെ 6 അത് പറയുകയാണ്, പേഷ്യൻ്റ് നല്ല പെയിൻ ഉണ്ടോ. അപ്പോൾ നമ്മൾ അതങ്ങ് അറ്റൻഡ് ചെയ്യാതെ വന്ന് നമ്മുടെ എക്സാം ബാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കരുത്. ഓക്കെ, പേഷ്യൻ്റ് ഇപ്പോൾ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി എന്തുവാ, നമ്മളിപ്പോൾ എക്സാം ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താ കമ്പാഷനും കെയറും എല്ലാം വേണം. നമ്മൾ NMC കോഡ് ഓഫ് കോണ്ടക്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളൊരു നേഴ്സാണ്, അപ്പോൾ നമ്മളത് ഓർത്തോണം. എക്സാം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളതൊരു റിയൽ പേഷ്യൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതൊരു മാനിക്കനാണെങ്കിലും റിയൽ പേഷ്യൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ പെയിൻ ഉണ്ട്. ഓക്കെ, സോ ഐ വിൽ ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ദ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് വെദർ യു ഹാഡ് എനി പെയിൻ മെഡിസിൻസ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ hours. സോ അപ്പോൾ നമ്മൾ മെഡിസിൻ ചാർട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും മെഡിസിൻ പേഷ്യൻ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് വിത്തിൻ ലാസ്റ്റ് 4 hours പാരസെറ്റാമോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം ഓക്കെ ഐ വിൽ ചെക്ക് യുവർ ഒബ്സർവേഷൻസ് ആൻഡ് സിൻസ് യു ഓൾറെഡി റിസീവ് ദ മെഡിസിൻ സോ ഐ എം അൺഎബിൾ ടു ഗീവ് യു എനി പെയിൻ കില്ലേഴ്സ്. ഡോണ്ട് വറി, ഐ വിൽ ലെറ്റ് ദ ഡോക്ടർ നോ യുവർ പ്രോബ്ലം ആൻഡ് വി വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. ഈസ് ദാറ്റ് ഓക്കെ വിത്ത് യു? അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ഇനി അതല്ല, പലവർക്കും എക്സാമിന് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ റൂമിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ പേഷ്യൻ്റ് ചിലപ്പം ഭയങ്കര കരച്ചിലോ എനിക്ക് ഐ എം ഹാവിങ് സിവിയർ ഹെഡ് ഇങ്ങനെ ഭയങ്കര കരച്ചിലായിരിക്കും. നമ്മൾ ഒന്നും അറ്റൻഡ് ചെയ്യാതെ എൻറ്ററിങ് ദ റൂം സീൻ സേഫ്റ്റി എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ഡോറിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് കരയാണ്, നമ്മളെന്തോ ചെയ്യും, നമ്മളൊന്നും നോക്കാം നമ്മളങ്ങോട്ട് കയറി ചെല്ലുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു ഒക്കെ സീൻ സേഫ് എന്നുള്ളത് ഓടി നമ്മൾ പേഷ്യൻ്റെ അടുത്തോട്ട് ചെയ്യുക. സീൻ നോക്കി നമ്മൾ ഓടി ചെന്നു നമ്മൾ വാട്ട് ഹാപ്പൻ, എന്തോ പറ്റിയ നമ്മൾ പെട്ടെന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ പെയിൻ ആണെന്ന് പറയാം. ഓക്കെ, ബിഫോർ ഗോയിങ് ദാറ്റ് ക്യാൻ ഐ ജസ്റ്റ് ചെക്ക് യുവർ നെയിം, അതെല്ലാം നമ്മൾ ചോദിക്കുന്നു. ഓക്കെ, പേഷ്യൻ്റ് സിവിയർ പെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ആദ്യം കംഫർട്ട് ചെയ്ത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ. ഓക്കെ, ഞാൻ ഡോക്ടറിനോട് ചോദിക്കട്ടെ, ഇന്ന മെഡിസിൻ തരാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പെയിൻ മെഡിസിൻ ഉണ്ടെങ്കിൽ തരാം. ഓക്കെ, അങ്ങനെയുള്ള അതിനൊരു സൊല്യൂഷൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാതെ ആ ഒരു സൊല്യൂഷൻ കാണാതെ അത് കണ്ടില്ലെന്ന് അടിച്ച് എക്സാമിലോട്ട് പോകാനായിട്ട് പാടില്ല. കാരണം നമ്മൾ നമ്മൾ പേഷ്യൻറ്റിനെ കൺസിഡർ ചെയ്യാന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് റബ് വരെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോയി എല്ലാം നമ്മൾ ചോദിച്ചു, ID വരെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ് നമ്മൾ പറയുക. ഓക്കെ, നോ ഐ ആം ഹിയർ ടു ഡു എ സെറ്റ് ഓഫ് ക്ലിനിക്കൽ ഒബ്സർവേഷൻസ് ഫോർ യു വിച്ച് ഇൻക്ലൂഡ്സ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, പൾസ് റേറ്റ്. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഒബ്സർവേഷൻ ചെയ്യണം. ഈസ് ദാറ്റ് ഓക്കെ വിത്ത് യു? അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ പെർമിഷൻ ചോദിക്കുകയാണ്, ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു? അപ്പം ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്തുവാ ചോദിക്കേണ്ടത്, നമ്മൾ നെക്സ്റ്റ് പറയണം. So the procedure will take another 12 minutes. Have you been resting for the last 20 minutes? ഒബ്സർവേഷൻ എടുക്കുന്നതിന് ലാസ്റ്റ് 20 minutes ആയിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണോ? അപ്പോൾ ആർ യു കംഫർട്ടബിൾ? ഇപ്പം ഞാനത് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ. ആർ യു കംഫർട്ടബിൾ ടു ടോക്ക്? ഇസ് ദാറ്റ് ഓക്കെ ഇഫ് ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ യു സോ ദാറ്റ് ഐ മേ നോ ദ ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് യു ആൻഡ് ഐ ക്യാൻ പ്ലാൻ ദ കെയർ അക്കോർഡിംഗ്ലി? അതായത് നമ്മൾ ഈ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് നമ്മൾ പേഷ്യൻ്റെ മെയിൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ഫർദർ കെയർ പ്ലാനിങ് നമുക്ക് ഫർദർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നഴ്സിംഗ് പ്രോസസ്സ്. സോ ഈ അസസ്മെൻറ്റിൽ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നതിനോടൊപ്പം വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ മെയിൻ പ്രോബ്ലംസ്, പ്രയോറിറ്റി പ്രോബ്ലംസ് ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒബ്സർവേഷൻ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് സമയം കിട്ടുമ്പോൾ അല്ലെ അറ്റ് ലാസ്റ്റ് സമയം കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ID ചെക്ക് ചെയ്തു, അലർജി വരെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പേഷ്യൻ്റെ
പെയിൻ നോക്കി, ഇനി കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ ചോദിച്ചു, റെസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു, നമ്മൾ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇനി ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ നമുക്ക് കൊടുക്കാം. Okay, this procedure will take 12 minutes. So, have you been resting for the last 20 minutes? Are you comfortable? Are you okay to proceed? അപ്പോൾ ആണോ ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, പ്ലീസ് ബി കാം ഡ്യൂറിങ് ദ പ്രൊസീജിയർ ആൻഡ് പ്ലീസ് ഡോണ്ട് ടോക്ക് ഡ്യൂറിങ് ദ പ്രൊസീജിയർ ആൻഡ് പ്ലീസ് ഡോണ്ട് ക്രോസ് യുവർ ലെഗ്സ് ഡ്യൂറിങ് ദ പ്രൊസീജിയർ. ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു? അപ്പോൾ യെസ്, ദാറ്റ്സ് ഓക്കെ അന്ന് പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു. കാരണം വേറൊരു നമ്മളെ തെറ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കും, പ്രഷറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസ് ഇങ്ങനെ കാല് ക്രോസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് നമ്മുടെ റീഡിങ്ങിനെ ഓൾട്ടർ ചെയ്യും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് പറയണം. പിന്നെ നമ്മൾ ഈ ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൾസൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് പ്രഷർ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഐ ഡി എല്ലാം വെരിഫൈ ചെയ്യും, നമ്മളെല്ലാം ഓക്കെയാണ്, നമ്മുടെ പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇപ്പം എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നതിന് മുന്നേ ക്ലീൻഡ് ആൻഡ് കാലിബ്രേറ്റഡ് ആണെന്ന്, വിത്തിൻ ലാസ്റ്റ് 24 hours ക്ലീൻഡ് ആണെന്നും എക്യുപ്മെൻറ്റ്സ് എല്ലാം കാലിബ്രേറ്റഡ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യണം. നേരത്തെ ഒക്കെ ഒരു സിനാരിയോയിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇതിൽ മിക്കവാറും സിനാരിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ക്ലീൻഡ് ആണ്, കാലിബ്രേറ്റഡ് ആണ്, ക്ലീൻഡ് വിത്തിൻ ദ ലാസ്റ്റ് 24 hours എന്ന് പറയുന്നത്. സോ നോ നീഡ് ടു ക്ലീൻ. എന്നാലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. So I'm ensuring that the equipments are cleaned within the last 24 hours and the equipments are calibrated. So I'm going to check the blood pressure. Is that okay with you? ഒന്ന് ചോദിച്ചു. ഓക്കെ, ഹാവ് യു ഗോട്ട് എനി ആം പ്രിഫറൻസസ്? ഇപ്പോൾ റൈറ്റ് ആമിൽ നോക്കണോ ലെഫ്റ്റ് ആമിൽ നോക്കണോ? അപ്പോൾ പേഷ്യൻറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ലെഫ്റ്റ് ആം മതി. ഓക്കെ, സോ ലെറ്റ് മീ, ഇസ് ദാറ്റ് ഓക്കെ ഇഫ് ഐ ജസ്റ്റ് ഇൻസ്പെക്ട് ദ സൈറ്റ്? നമ്മൾ സൈറ്റ് നോക്കിയാണ്. ഹാവ് യു ഹാഡ് എനി സർജറീസ് ഹിയർ? ഓക്കെ, എനി ലീഷൻസ് ഉണ്ടോ, അതെനി ലംസ് ഉണ്ടോ, സോ അത് എനി സർജറി മാസ്റ്റക്ടമി കഴിഞ്ഞാണോ ആ സൈഡ്? സോ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നു. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് ദ സൈറ്റ് ഈസ് സേഫ്, ഇറ്റ്സ് സേഫ് ഫോർ മീ ടു അപ്ലൈ ദ ബ്ലഡ് പ്രഷർ കഫ് ഹിയർ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ ആൻറ്റിക്യുബിറ്റൽ ഫോഴ്സ്, നമ്മൾ ബ്രേക്കിയൽ ആർട്ടറി പാൽപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ അവിടുന്ന് 2 centimeter എബോ നമ്മൾ കഫ് അപ്ലൈ ചെയ്യുന്നു. കഫ് അപ്ലൈ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് എ റൈറ്റ് സൈസ് ഫോർ ദ പേഷ്യൻ്റ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം, റൈറ്റ് സൈസ് ആണെന്നുള്ള കാര്യം പേഷ്യൻറ്റിനോട് പിന്നെ നമ്മൾ പറയണം. സോ യു മേ എക്സ്പീരിയൻസ് some squeezing sensation or some uncomfort for a fraction of seconds, but don't worry, it will be okay, or don't worry, it will be fraction of seconds only എന്ന് പറയണം. You may experience some squeezing sensation or pressure in your arm, don't worry, it will be for a fraction of seconds. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മളപ്പം ബ്ലഡ് പ്രഷർ കഫ് അപ്ലൈ ചെയ്തു. പേഷ്യൻ്റെ കൈ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മൾ എന്താ ഡൈനാമോപ്പിൻ്റെ മോണിറ്ററിൽ നമ്മൾ ബ്ലഡ് പ്രഷർ പ്രസ് ചെയ്തു. നമുക്ക് റീഡിങ് വന്നു. ഓക്കെ, അതായത് റീഡിങ് ആ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മറ്റേ കയ്യിൽ ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് ഫിംഗറിൽ ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ചെയ്യുന്ന ഫിംഗർ മേടിച്ചിട്ട് ഫിംഗർ ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ പറയാം, സോ ഗോയിങ് ടു ചെക്ക് ദ ഓക്സിജൻ സാച്ചുറേഷൻ. ഇസ് ഓക്കെ ആണ്. അപ്പം നമ്മൾ നെയിൽ വാണിഷ് ഉണ്ടോ, നെയിൽ പോളിഷ് ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ലീഷൻസ് ഉണ്ടോ എന്നതെല്ലാം നോക്കി. അപ്പോൾ നമുക്ക് ആ ഫിംഗർ സേഫ് ആണ്, സർജറി എന്തെങ്കിലും പ്രശ്നം ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. കോൾഡ് ആൻഡ് ക്ലാമി ആണോ നോക്കി, ക്യാപ്പിലർ റീഫിൽ നോക്കി നമ്മൾ പ്രസ് ചെയ്തിട്ട് ബ്ലഡ് ഇങ്ങനെ തിരിച്ച് അതിൻ്റെ ആ റെഡ് നിറം വരുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 2 seconds ആയിരിക്കണം ക്യാപ്പിലർ റീഫിൽ. അതെല്ലാം വെർബലൈസ് ചെയ്യുക. ഇതെല്ലാം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമല്ല, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം നമ്മൾ വെർബലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി, ഓക്കെ, ക്യാപ്പിലർ റീഫിൽ ഈസ് ലെസ് ദാൻ 2 seconds, സോ ഇറ്റ്സ് സേഫ് ഫോർ മീ ടു അപ്ലൈ ദ ഓക്സിജൻ പ്രോ. സോ നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ചെയ്യാനതും വെച്ചു. ഓക്കെ, സോ മീൻ വയൽ ഐ എം ഗോയിങ് ടു റെക്കോർഡ് ദാറ്റ് വൺ. ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു എന്ന് പേഷ്യൻറ്റിനോടും പറയുക. ഓക്കെ, നമ്മൾ എന്നിട്ട് പോയി ബ്ലഡ് പ്രഷറിൻ്റെ റെക്കോർഡിങ് വന്നു. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ 128 നമുക്ക് കിട്ടിയെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് പോയി നമ്മുടെ ഡോക്യുമെൻറ്റിൽ എഴുതുന്നു 128, അത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നു. ഓക്സിജൻ സാച്ചുറേഷൻ വന്നു, അതും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ റീഡിങ് എഴുതിയതിന് ശേഷം നമ്മൾ എന്തോ ചെയ്യുക, നമ്മൾ ഡൈനാമോപ്പ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ കഴിഞ്ഞു, സാച്ചുറേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ ടിംപാനിക് ടെമ്പറേച്ചറാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചെവിയിൽ നമ്മൾ എന്താ തെർമോമീറ്റർ എടുത്തു. ഇതേപോലെ തന്നെ ഐ എം ഗോയിങ് ടു ചെക്ക് യുവർ ടെമ്പറേച്ചർ. ഹാവ് യു ഗോട്ട് എനി പ്രിഫറൻസസ് ഓർ ഡു യു ഹാവ് എനി പ്രിഫറൻസസ് റൈറ്റ് ഓർ ലെഫ്റ്റ്? ഓക്കെ, അപ്പം പറഞ്ഞു ഹിയറിംഗ് എയ്ഡ്സ് ആണ്. ആക്ച്വലി ഹിയറിംഗ് എയ്ഡ്സ് അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണേ. 20 minutes ഇത് ഹിയറിംഗ് എയ്ഡ്സ് റിമൂവ് ചെയ്തിട്ട് നോക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ പിന്നെ ഇയറിനകത്തിൽ നമ്മൾ എവിടെയാണോ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പോകുന്നത് അവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഡിസ്ചാർജസ് ഉണ്ടോ, ഉള്ള കാര്യങ്ങൾ നോക്കി. സോ എവറിത്തിങ് ഈസ് ഓക്കെ. സോ ഐ എം ഹാപ്പി ടു പ്രൊസീഡ് വിത്ത് ദിസ് സൈറ്റ്. സോ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നു. ഓക്കെ, നമ്മൾ പുതിയ പ്രോബ് വെച്ച് നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ 37 നമ്മുടെ റീഡിങ് ഉറക്കെ പറയുന്നു. അതിനുശേഷം നമ്മൾ ഈ പ്രോബ് ക്ലിനിക്കൽ വേസ്റ്റിൽ ഡിസ്കാർഡ് ചെയ്യുന്നു, അത് റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ ഇതിനെല്ലാം പേഷ്യൻറ്റിനെ തൊടുന്നതിന് മുന്നേ ഞാൻ എടുത്ത് പറയാഞ്ഞത്, ഇപ്പോൾ ബ്ലഡ് പ്രഷർ കഫ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ് റബ് യൂസ് ചെയ്യണം. SpO2 പ്രോബ് വെക്കുന്നതിന് മുന്നേ ഹാൻഡ് റബ്, ടെമ്പറേച്ചർ നോക്കാൻ പോകുന്നതിന് മുന്നേ ഹാൻഡ് റബ്, പേഷ്യൻറ്റിനെ തൊട്ട്, ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ മൊമെൻറ്റ്സ് ത്രൂ ഔട്ട് നമ്മുടെ എക്സാം സെഷൻസിൽ നമ്മൾ ആ മൊമെൻറ്റ്സ് നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ഹാൻഡ് റബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ടെമ്പറേച്ചർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, പൾസും റെസ്പിറേഷനും. ഓക്കെ,
അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ പറയാണ് സോ നോ മിസ്സസ് ആനി നോ ഐ എം ഗോയിങ് ടു ചെക്ക് യുവർ പൾസ് റേറ്റ് ഫോർ 2 minutes. ഇറ്റ്സ് ദാറ്റ് ഓക്കെ വിത്ത് യു? ഓക്കെ. അപ്പോൾ നമ്മൾ പൾസ് റേറ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, 1 minute നമ്മൾ പൾസ് റേറ്റ് ചെക്ക് ചെയ്തു. അനദർ 1 minute നമ്മൾ റെസ്പിറേഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ പേഷ്യനോട് പറഞ്ഞ എങ്ങനെ നോ ഐ എം ഗോയിങ് ടു ചെക്ക് യുവർ പൾസ് റേറ്റ് ഫോർ 2 minutes. ഓക്കെ, അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. 1 minute റെസ്പിറേഷൻ നോക്കി, 1 minute പൾസ് നോക്കി. So Annie, your pulse rate is 70 and your respiration is 16. And the reason why I didn't tell you before is that it can alter your reading. So I have counted the respiration for 1 full minute and I have counted the pulse rate for 1 full minute. So അത് നമ്മൾ മസ്റ്റ് ആയിട്ടും വെർബലൈസ് ചെയ്യണം. 1 full minute റെസ്പിറേഷനും പൾസ് റേറ്റും കൗണ്ട് ചെയ്യുന്നുള്ള കാര്യം വെർബലൈസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ന്യൂസ് 2-ൽ നമ്മൾ ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നു. നമ്മൾ ഈ റീഡിങ് കിട്ടുമ്പോൾ തന്നെ എക്സാമിനോട് ഉറക്കെ പറയണം ബ്ലഡ് പ്രഷർ ഈസ് ഇത്രയാണ്, ഓക്സിജൻ സാച്ചുറേഷൻ ഈസ് ഇത്രയാണ്. ഓക്കെ, നമ്മൾ പേഷ്യനോട് പറയണം ഓക്കെ എവറിത്തിങ് ഈസ് ഓക്കെ ആണെങ്കിൽ സോ യുവർ ക്ലിനിക്കൽ ഒബ്സർവേഷൻസ് എവറിത്തിങ് ഈസ് വിത്തിൻ ദ നോർമൽ റേഞ്ച്, ഡു നോട്ട് വറി, എവറിത്തിങ് ഈസ് ഫൈൻ. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഡോക്യുമെന്റ് ദിസ് വൺ. ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നു. ഡോക്യുമെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ടോട്ടൽ ന്യൂസ് സ്കോർ ഇത്രയാണെന്ന് നമ്മൾ പറയണം. ഓക്കെ, ന്യൂസ് സ്കോർ മൈ ടോട്ടൽ ന്യൂസ് സ്കോർ ഈസ് 1 അല്ലെ മൈ ടോട്ടൽ ന്യൂസ് സ്കോർ ഈസ് 5 എന്നിട്ട് പറയണം. എന്നിട്ട് നമ്മുടെ എസ്കലേഷൻ പ്ലാൻ നമ്മൾ അവിടെ ഒന്ന് ഉറക്കെ പറയുക. ഇപ്പോൾ 1 hourly ആണോ മോണിറ്റർ ചെയ്യേണ്ടത്, അങ്ങനെ hourly ആണോ മോണിറ്റർ ചെയ്യേണ്ടത്, അതോ 3 or 4 hourly ആണോ 12 hourly ആണോ, നമ്മുടെ ന്യൂസ് സ്കോർ അനുസരിച്ചിട്ട് അത് നമ്മൾ വെർബലൈസ് ചെയ്യണം. പിന്നെ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയത്, നമ്മളിങ്ങനെ എക്സാം റൂമിലോട്ട് കയറി വന്നപ്പോൾ ചിലപ്പം ടേബിളിൽ എന്താ ഒരു പാക്ക് സിഗരറ്റ്സ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് നിൽബൈ മോതാണ് ഒരു ഗ്ലാസ് വാട്ടർ, അല്ലെങ്കിൽ ലൈറ്റർ, പിന്നെ അല്ലെങ്കിൽ എന്തുവാ പേഷ്യൻ്റെ ഹിയറിംഗ് എയ്ഡ്സ്, അല്ലെ പേഷ്യൻ്റെ ഗ്ലാസ്, അതൊക്കെ ടേബിളിൽ കാണും. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. അല്ലെ ഒരു സാമ്പിൾ ബോട്ടിൽ, യൂറിൻ സാമ്പിൾ തന്നെയാണ്. അപ്പം അതൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാതെ പോകരുത്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡ് അവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഓ ആനി ആർ യൂസിങ് ദ ഹിയറിംഗ് എയ്ഡ്, സോ ഡു യു വാണ്ട് ടു കീപ് ദാറ്റ്, you want to use that one or do you want me to keep it in the cupboard? ഓക്കെ, നമ്മൾ ഒരിക്കലും പേഷ്യനോട് ചോദിക്കാതെ ഒന്നും എടുക്കാനും പാടില്ല. ഓക്കെ, ഇപ്പോൾ ഒരു is that okay if I keep in the cupboard if you are not using it, or can you hear me without the hearing aids, അല്ലെ ഗ്ലാസ്, or do you want to use the spectacles now, or is that okay, or can you see without this one? ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ചോദിക്കും. ഈ ഒരു സാമ്പിൾ ബോട്ടിലാണ്. ഓക്കെ, can I just see this one? Okay, so do you know what is this? Okay, so let me just, അപ്പോൾ നമ്മൾ എടുക്കുക, let me just check with the nurses and do I need to send this with the lab and let me just sort it out. Okay, is that okay with you എന്ന് പേഷ്യനോട് ചോദിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അസസ്മെൻറ്റ് സ്റ്റേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഓക്സിജൻ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ന്യൂസിൽ റെക്കോർഡ് ചെയ്യുക. എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മളെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂസ് 2. നമ്മൾ പേഷ്യൻ്റ് റെക്കോർഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ന്യൂസ് 2 സ്കോർ ഇത്രയാണ് എന്നെല്ലാം പറഞ്ഞു, നമ്മൾ എസ്കലേഷൻ പ്ലാൻ നമ്മളുടെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ന്യൂസ് 2 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ന്യൂസ് ചാർട്ടാണ്. ഇത് ഞാൻ പഠിച്ചപ്പോൾ ഉള്ള അത് വെച്ചിട്ടാണ്, മാർക്കിങ്സ് ഒക്കെ അത് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഓക്കെ, ഇതാണ് ന്യൂസ് 2 ചാർട്ട്. അതിൽ SpO2 സ്കെയിൽ 1 താഴെ 2 ഉണ്ട്, അതുകൊണ്ടാണ് ന്യൂസ് 2 എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിലോട്ട് പോകാം. പേഷ്യൻ്റെ നെയിം എഴുതാനുള്ള സ്ഥലമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാനുള്ള സ്ഥലമുണ്ട്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ. ഇത് ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുന്ന എൻ്റെ ഫോമാണ്, അതാണ് ഇതിലിങ്ങനെ ഫില്ല് ചെയ്തേക്കുന്നത്. പിന്നെ ഡേറ്റും ടൈമും എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പലയിടത്തായിട്ട് കിടക്കുന്നതും. ഇപ്പോൾ റെസ്പിറേഷൻ നമുക്ക് നോക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണെങ്കിൽ ന്യൂസ് സ്കോർ 3 വരും. 9 to 11 ആണെങ്കിൽ ന്യൂസ് സ്കോർ 1 വരും. ഇനി 12 to 20 വരെ ന്യൂസ് സ്കോർ 0 ആയിരിക്കും. 21 to 24 ന്യൂസ് സ്കോർ 2 വരും. പിന്നെ 25 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ന്യൂസ് സ്കോർ 3 വരും. SpO2 സ്കെയിൽ 1 എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, COPD അങ്ങനെ അല്ലാത്ത ബാക്കി എല്ലാ കേസസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് SpO2 സ്കെയിൽ 1-ലാണ്. അവിടുത്തെ സ്കോർ ഞാൻ പറയാം. SpO2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 91 ന്യൂസ് സ്കോർ 3, 92 to 93 ആണെങ്കിൽ 2, 94 to 95 ആണെങ്കിൽ ന്യൂസ് സ്കോർ 1, മോർ ദാൻ ഓർ ഈക്വൽ ടു 96 ആണെങ്കിൽ ന്യൂസ് സ്കോർ 0. അപ്പം ഇത് സാധാ കണ്ടീഷനുള്ള പേഷ്യൻ്റ് SpO2 ഇവിടെ റെക്കോർഡ് ചെയ്യണം. ഇനി COPD അല്ലെ ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് ടാർഗറ്റ് സാച്ചുറേഷൻ 88 to 92 ഉള്ളവരുടെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതേണ്ടത്, SpO2 സ്കെയിൽ 2-ൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി റെസ്പിറേഷൻ നോക്കാം. റെസ്പിറേഷൻ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണെങ്കിൽ ന്യൂസ് സ്കോർ 3, 9 to 11 ആണെങ്കിൽ ന്യൂസ് സ്കോർ 1, 12 to 20 ആണെങ്കിൽ ന്യൂസ് സ്കോർ 0, 21 to 24 ആണെങ്കിൽ ന്യൂസ് സ്കോർ 2 ആൻഡ് മോർ ദാൻ ഓർ ഈക്വൽ ടു 25 ആണെങ്കിൽ റെസ്പിറേഷൻ ന്യൂസ് സ്കോർ 3 വരും.
ഇനി ബ്ലഡ് പ്രഷർ നോക്കാം. സിസ്റ്റോളിക്ക് മാത്രമേ അതിനെ ബേസ് ചെയ്താൽ ന്യൂസ് സ്കോർ വരുന്നു. പക്ഷേ ഡയസ്റ്റോളിക്കും റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഒരു ആരോ മാർക്ക് ഇട്ട് മുകളിൽ സിസ്റ്റോളിക്കും താഴെ ഡയസ്റ്റോളിക്കും കാണുന്നത് പോലെ ഡോക്യുമെൻ്റ് ചെയ്യുക. ബാക്കി എല്ലാ സംഭവത്തിനിടെ നമ്മൾ അവിടെ ഒരു ഡോട്ട്സ് ഇട്ടാൽ മതിയാവും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3, അതായത് <50, പിന്നെ അപ് ടു 81 to 90 വരെ ന്യൂസ് സ്കോർ 3, 91 to 100 ആ സിസ്റ്റോളിക്കെങ്കിൽ ന്യൂസ് സ്കോർ 2, 101 to 110 ആണെങ്കിൽ ന്യൂസ് സ്കോർ 1, മോർ ദാൻ ഓർ ഈക്വൽ ടു 220 ആണെങ്കിൽ ന്യൂസ് സ്കോർ 3. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ അവിടെ എവിടെയും കൊണ്ട് പേന കുത്തില്ല. നമുക്ക് ഇടാനുള്ള 2 പോയിൻറ്റ്സ്, ഇപ്പോൾ 120/8 ആണ്, 120/80 ഓരോ ആരോ ഇട്ടിട്ട് 120/8 ആണ് നമ്മളത് തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ റെസ്പിറേഷൻ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇപ്പം 20 ആയിരുന്നു, അവിടെ മാത്രം കൊണ്ടൊരു കുത്തിയാൽ മതി, നല്ലതായിട്ടൊരു കുത്തുക. അല്ലെങ്കിൽ നമുക്കവിടെ നമ്പർ എഴുതി വേണമെങ്കിലും വെക്കാം, കുത്തിൻ്റെ അപ്പുറത്ത് എഴുതണമെങ്കിൽ എഴുതാം. പിന്നെ ആ ഡോട്ട് ഇടുമ്പോൾ ക്ലിയർ ആയിരിക്കണം. വേറെ ഇപ്പോൾ നമ്മൾ 20 ആണ്, 22ൻ്റെ അടുത്ത് അറിയാതെ കൊണ്ട് പേന കൊണ്ടൊരു ഡോട്ട് ഇട്ട് വെക്കരുത്. മനസ്സിലായോ? എവിടെയാണോ അത് ആലോചിച്ചിട്ട് അവിടെ കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക. ഇനി പൾസിൻ്റെ ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. ന്യൂസ് 3 എന്ന് പറയുമ്പോൾ <30, 31 to 40 ആണെങ്കിൽ ന്യൂസ് 3 വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാവും. പിന്നെ കോൺഷ്യസ്നെസ് അലേർട്ട്, കൺഫ്യൂസ്ഡ് ആണോ, പേഷ്യൻറ്റ് റെസ്പോണ്ടിങ് ടു വോയിസ്, പേഷ്യൻറ്റ് റെസ്പോണ്ടിങ് ടു പെയിൻ, പേഷ്യൻറ്റ് അൺറെസ്പോൺസീവ്. ഇപ്പോൾ ഇത്രയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കോർ ഇടണം. അതായത് ഇപ്പോൾ അൺറെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് ന്യൂസ് 3 വരും, റെസ്പോണ്ടിങ് ടു വോയിസ് പെയിൻ ആണെങ്കിലും 3, കൺഫ്യൂസ്ഡ് ആണെങ്കിലും 3, അലേർട്ട് ആണെങ്കിൽ ന്യൂസ് സ്കോർ 0 ആയിരിക്കും. പിന്നെ നമ്മൾ ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഇവിടെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ടോട്ടൽ ന്യൂസ് എത്രയാണെന്ന് താഴെ എഴുതുക. ഇപ്പം ന്യൂസ് സ്കോർ 8 വരുവാണെങ്കിൽ എങ്ങനെയാണ് മോണിറ്ററിങ് ഫ്രീക്വൻസി 1 hourly Q1H എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അവർലി എന്ന് ഇടാം. എസ്കലേഷൻ ഓഫ് കെയർ yes or no, SY ഇട്ടു. നമ്മുടെ ഇനിഷ്യൽസ്, എൻ്റെ പേര് ലിൻസി മാത്യു എന്നുള്ളതിൻ്റെ LM ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ന്യൂസ് സ്കോറിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് ന്യൂസ് 2 നമ്മൾ വന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്തു, എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ടോ, നമ്മുടെ സൈൻ ഉണ്ടോ, ഡേറ്റ് ഉണ്ടോ, ടൈം ഉണ്ടോ, ന്യൂസ് സ്കോർ ടോട്ടൽ ഇത്രയാണെന്ന് നമ്മൾ ലാസ്റ്റ് എക്സാമിനറിനോട് വെർബലൈസ് ചെയ്യുന്നു. അതിന് ഞാൻ പ്ലാൻ, ഐ എം ഗോയിങ് ടു മോണിറ്റർ ദിസ് പേഷ്യൻറ്റ് 1 hourly, അല്ലെ എവറി അവർലി, അല്ലെ ഐ എം ഗോയിങ് ടു മോണിറ്റർ ദിസ് പേഷ്യൻറ്റ് 4th hourly, ബേസ്ഡ് ഓൺ നമ്മുടെ ന്യൂസ് സ്കോർ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ വെർബലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ബാക്കി തന്നെ കിടപ്പുണ്ട്. ന്യൂസ് സ്കോർ എസ്കലേഷനാണ് പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് മോണിറ്ററിങ്. ന്യൂസ് സ്കോർ 0 ആണെങ്കിൽ മിനിമം 12 hourly നമ്മൾ മോണിറ്റർ ചെയ്താൽ മതി. കണ്ടിന്യൂ ദ റുട്ടീൻ ന്യൂസ് മോണിറ്ററിങ് മതി. ടോട്ടൽ ന്യൂസ് സ്കോർ 1 to 4 ആണ്. മിനിമം 4 to 6 hourly പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യണം. ഇൻഫോം രജിസ്റ്റേർഡ് നഴ്സ് ഹു മസ്റ്റ് അസസ് ദ പേഷ്യൻറ്റ്. നഴ്സിനെ അസസ് ചെയ്യുക. രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ഡിസിഷനാണ് ബാക്കി. മെഡിക്കൽ ടീമിനെ എസ്കലേറ്റ് ചെയ്യണോ എന്നുള്ളത് നഴ്സ് ഡിസൈഡ് ചെയ്യും പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. ഇനി വേറൊരു കാര്യം, എനി 3 സ്കോർ വരുവാണ് ഏതെങ്കിലും സിംഗിൾ പാരാമീറ്ററിൽ അവർലി പേഷ്യൻറ്റിനെ മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. രജിസ്റ്റേർഡ് നഴ്സ് ബാക്കി ഹയർ മെഡിക്കൽ ടീമിലോട്ട് നമ്മൾ എസ്കലേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ന്യൂസ് സ്കോർ ഏതെങ്കിലും ഒരു പാരാമീറ്ററിൽ 3 വീഴുവാണെങ്കിൽ നമ്മൾ അവർലി പേഷ്യൻ്റെ മോണിറ്ററിങ്, ക്ലിനിക്കൽ ഒബ്സർവേഷൻസ് മോണിറ്റർ ചെയ്യണം. നമ്മൾ ഉറപ്പായിട്ടും രജിസ്റ്റേർഡ് നഴ്സ് എന്തോ ചെയ്യണം, ആ പേഷ്യനെ കെയർ ചെയ്യുന്ന മെഡിക്കൽ ടീമിനെ എസ്കലേറ്റ് ചെയ്യണം. അവർ ബാക്കി റിവ്യൂ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. ഇനി ടോട്ടൽ ന്യൂസ് സ്കോർ 5 അല്ലെങ്കിൽ അതിൽ അതിൽ കൂടുതലാണ്, 6 or 7 or 8 or എന്ത് വരുവാണെങ്കിൽ അർജൻറ്റ് റെസ്പോൺസ് വേണം എപ്പോഴും. അപ്പം അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ പാരാമീറ്റർ 3 അല്ലെങ്കിൽ ടോട്ടൽ ന്യൂസ് സ്കോർ 5 or more ആണെങ്കിൽ അവർലി മോണിറ്ററിങ് വേണം. രജിസ്റ്റേർഡ് നഴ്സ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ പേഷ്യൻ്റെ മെഡിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യണം. ഏർജൻറ്റ് അസസ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ വന്ന് പേഷ്യൻറ്റിനെ റിക്വസ്റ്റ് ചെയ്യും, ക്രിട്ടിക്കൽ കെയർ വേണോ എന്താണെന്ന് വെച്ചാൽ അവരതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യും. ഇനി ടോട്ടൽ 7 or more ആണ് എമർജൻസി റെസ്പോൺസ്. ഏർജൻറ്റും അല്ല, എമർജൻസി, അതായത് ഇമ്മീഡിയറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യനെ മോണിറ്ററിലാക്കുക. കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. രജിസ്റ്റേർഡ് നഴ്സ് ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യുക. എമർജൻസി അസസ്മെൻറ്റ് ചെയ്യും അവർ. അപ്പോൾ പേഷ്യനെ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്ഫർ ചെയ്യുവാണോ, എന്തുവാണ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുക. അപ്പം ന്യൂസ് സ്കോർ ശ്രദ്ധിക്കുക. എനി സിംഗിൾ പാരാമീറ്റർ 3 അല്ലെങ്കിൽ ടോട്ടൽ 5 കൂടുതൽ വന്നാൽ 5 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നാൽ അവർലി മോണിറ്ററിങ്ങും. 7 എന്ന് പറഞ്ഞാൽ എപ്പോഴും എമർജൻസിയാണ്. ന്യൂസ് സ്കോർ കൂടുന്നതനുസരിച്ച് നമ്മൾ പേഷ്യൻ്റെ മോണിറ്ററിങ് ഫ്രീക്വൻസി കൂട്ടണം. എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ, അതായത് നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ ടീമിനെ വിളിക്കുക, അങ്ങനെ നമ്മൾ എസ്കലേറ്റ് ചെയ്യുക നമ്മുടെ കൺസേൺസ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ന്യൂസ് സ്കോർ 7 എന്ന് പറഞ്ഞാൽ ഓർത്തണം എമർജൻസി റെസ്പോൺസ് ആണ്. കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുക, ഉറപ്പായിട്ടും നമ്മൾ എസ്കലേറ്റ് ചെയ്യുക, അവർ വന്ന് എമർജൻസി അസസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുക. അപ്പം എക്സാമിനോട് പറയാം, മൈ പേഷ്യൻസ് ന്യൂസ് സ്കോർ ഈസ് ടോട്ടൽ 5, സോ my plan is to monitor the patient every hourly, and I am going to inform the medical team so that they will review and do the further care. So അല്ലെങ്കിൽ നമുക്ക് പറയാം, I am going to escalate to the medical team so that they will come and assess the patient and plan the further care accordingly. അപ്പോൾ നമ്മളുടെ പ്ലാൻ, മോണിറ്ററിങ് ഫ്രീക്വൻസി, നമ്മുടെ എസ്കലേഷൻ പ്ലാനും നമ്മളെ എക്സാമിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അല്ല നമ്മൾ ജസ്റ്റ് ഓരോന്നും ഒബ്സർവേഷൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ന്യൂസ് ടോട്ടൽ എഴുതുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല.
അപ്പോൾ ഇത് വേറെ ഒരെണ്ണം ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരെണ്ണം എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളിപ്പം റെസ്പിറേഷന് പിന്നെ ഓക്സിജൻ ആണോ റൂം എയർ ആണോ എന്നുള്ളതും കൂടെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇനി വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ന്യൂസ് 2-ൽ കാൻഡിഡേറ്റ്സ് യൂഷ്വലി ഫെയിൽ ആവുന്നതിൻ്റെ റീസൺസ് അല്ലെ അവർ യൂഷ്വലി കാണിക്കാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കയറി ചെല്ലുമ്പോൾ പേഷ്യൻസിൻ്റെ കംപ്ലയിൻസ് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മുടെ എക്സാം എന്നുള്ള രീതിയിൽ പേഷ്യൻ്റ് സിവിയർ പെയിനിലാണ് അത് മൈൻഡ് ചെയ്യാതെ അത് കൺസിഡർ ചെയ്യാതെ നമ്മുടെ പ്രൊസീജിയർ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ഫെയിലാവും. കാരണം പേഷ്യൻ്റാണ് നമ്മുടെ പ്രയോറിറ്റി. 2, പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങൾ എക്സാമിന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻ്റ് ഒരു ഡിസ്കംഫോർട്ട് അവർ ആക്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നമ്മൾ ആക്ട് ചെയ്ത് അവർ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നമ്മളത് ബുദ്ധിപൂർവ്വമായിട്ട് അത് നിന്ന് ഹാൻഡിൽ ചെയ്യണം. 2, കയറുന്നുണ്ടെങ്കിൽ തന്നെ എക്സാമിനർ നമ്മളോട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധ വെച്ചിട്ട് കേൾക്കണം. നമ്മുടെ ശ്രദ്ധ വിട്ടുപോകരുത്. അവർ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ക്ലൂസൊക്കെ അവർ തരും. അവിടെ നിന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് അതിൻ്റെ ക്ലൂസ് തരും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പം നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഒബ്സർവേഷൻ എടുത്തു, നമ്മളത് കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. പിന്നെ ID നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ല, വിത്ത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് NHS നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. പിന്നെ പേഷ്യനോടെല്ലാം നമ്മൾ കൺസെൻറ്റ് എടുക്കണം. ഈസ് ദാറ്റ് ഓക്കെ വിത്ത് യു? അങ്ങനെ കൺസെൻറ്റ് എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവും. പിന്നെ പൾസ് റേറ്റ്, അത് ഞാൻ പറഞ്ഞു, പൾസ് റേറ്റ് 1 full minute, റെസ്പിറേഷൻ 1 full minute ചെക്ക് ചെയ്യുന്നുള്ള കാര്യം പറയണം. പിന്നെ റേഡിയൽ പൾസാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ന്യൂസിൽ ഓക്സിജൻ തെറാപ്പി റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇതുണ്ട് ഓക്സിജൻ, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാതിരുന്ന ഫെയിലാവും. പിന്നെ ന്യൂസ് 2 COPD പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ അതായത് ആ കണ്ടീഷൻ അല്ലാതെ ജനറൽ കണ്ടീഷൻസിന് എഴുതേണ്ടടുത്ത് റെക്കോർഡ് ചെയ്താൽ നമ്മൾ ഫെയിലാവും. പിന്നെ സിസ്റ്റോളിക്, ആക്ച്വലി ന്യൂസിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറേ ഉള്ളൂ. ഡയസ്റ്റോളിക് കൗണ്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും രണ്ടും റെക്കോർഡ് ചെയ്യണം. ഡയസ്റ്റോളിക് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. കാരണം ബ്ലഡ് പ്രഷർ കംപ്ലീറ്റ് ആവുന്നത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഉണ്ടെങ്കിലാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതായത് ഇപ്പം ന്യൂസ് സ്കോർ നമ്മൾ കിട്ടി, അപ്പോൾ ഇത്ര അവർലി മോണിറ്ററിങ് ഫ്രീക്വൻസി, അതേപോലെ തന്നെ എസ്കലേഷൻ മെഡിക്കൽ ടീമിലോട്ട് എസ്കലേറ്റ് ചെയ്യുക, അല്ലെ നമ്മൾ ക്രിട്ടിക്കൽ കെയർ ടീമിലോട്ട് എസ്കലേറ്റ് ചെയ്യുക. നമ്മൾ എസ്കലേഷൻ പ്ലാനും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാ മിസ്റ്റേക്സ്, നമ്മൾ ഈ ഹേർഡിൽസ് ഈ ലൈറ്ററും വെള്ളവും അതൊക്കെ ഇരിക്കും, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നു. പിന്നെ സാധാ മിസ്റ്റേക്സ്, പേഷ്യൻ്റ് അലർജി ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ന്യൂസ് 2-ൽ. പിന്നെ ഡേറ്റ് സൈൻ ഇടാൻ മറന്നു പോകുന്നു. ഇപ്പോൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ന്യൂസ് 2 ആണെങ്കിൽ എന്ത് ഡോക്യുമെൻറ്റ് കിട്ടിയാലും ഓസ്കിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് സൈൻ ചെയ്ത് താഴെ നമ്മുടെ ഇനിഷ്യൽ എഴുതിയിട്ട് നമ്മളങ്ങ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പേഷ്യൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഓരോന്നും ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, പിന്നെ ഓൺ എയർ ആണോ, ഓക്സിജൻ എങ്ങനെയാണ്, SPO ന്യൂസ് 2-ൻ്റെ എവിടെയാണ്, പിന്നെ ലാസ്റ്റ് ടോട്ടൽ ന്യൂസ് സ്കോർ എത്ര, മോണിറ്ററിംഗ് ഫ്രീക്വൻസി എന്തുവാ, എസ്കലേഷൻ എന്തുവാ, നമ്മുടെ ഇനിഷ്യൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇട്ടിരിക്കണം. ഡേറ്റും ടൈമും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂസ് 2-ൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ നാഷണൽ ഏർലി വാർണിംഗ് സ്കോറിൻ്റെ സ്കോർ എത്രയാണ്, ഫ്രീക്വൻസി എത്ര മോണിറ്ററിംഗ് ആണെന്നുള്ളത് നമ്മൾ ബൈഹെർട്ട് ചെയ്യുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ആ ന്യൂസ് സ്കോറിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അത് തിരിച്ച് നോക്കിയിട്ട് നമുക്ക് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ വോളിൽ ടൈം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ക്ലോക്കിൽ ടൈം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, ഇനി എത്ര മിനിറ്റ് ആവുള്ളതെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾക്കിപ്പോൾ സ്പീഡ് കുറവിലാണ് പോകുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. ഓക്കെ, ഇനി നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഡോക്യുമെൻറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തോ പേഷ്യൻ്റെ. അപ്പോൾ പ്രോബ്ലം അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കിനി ഒട്ടും സമയമില്ല, ലാസ്റ്റ് അങ്ങ് 1 മിനിറ്റ് തീരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ആർ യുവർ മെയിൻ കൺസേൺസ്, ഓർ ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു ഷെയർ വിത്ത് മീ? അത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയാം, ഓ ഐ എം ഹാവിങ് സിവിയർ അബ്ഡോമിനൽ പെയിൻ, ഓർ ഐ എം ഹാവിങ് കഫ്. അപ്പോൾ എന്തോ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ പറയും. അപ്പോൾ ആ മെയിൻ പ്രോബ്ലം കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 1/2 മിനിറ്റോ ഇച്ചിരി സെക്കൻഡ്സേ ബാക്കിയുള്ളെങ്കിൽ നമ്മൾ അവരുടെ മെയിൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകരുത്. നമ്മൾ ആ മെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് നമുക്ക് കെയർ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, നെക്സ്റ്റ് നമ്മൾ കെയർ പ്ലാൻ എഴുതണം. അപ്പോൾ നമ്മൾ അതും കൂടെ നമ്മുടെ മനസ്സിൽ ഇരിക്കണം. ഈ ഒബ്സർവേഷൻ ചെയ്ത് ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ഹിസ്റ്ററി കൂടെ പിടിക്കണം. ടൈം ഉണ്ടെങ്കിൽ മാക്സിമം കളക്ട് ചെയ്യാം. ഹാബിറ്റ്, സ്മോക്കിങ്, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവരുടെ ഡ്രിങ്കിങ്, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സസൈസ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാം കളക്ട് ചെയ്യാം. ഇനി ഒന്നും സമയമില്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ആർ യുവർ ചീഫ് കംപ്ലയിൻസ്, ഓർ വാട്ട് ആർ ദ ചീഫ് കൺസേൺസ്, വാട്ട് ആർ ദ മെയിൻ പ്രോബ്ലംസ് യു ആർ എക്സ്പീരിയൻസിങ് റൈറ്റ് നൗ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആ മെയിൻ പ്രോബ്ലം വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പ്ലാനിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴും അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നിൽക്കുമ്പം നിങ്ങൾ ഒന്നാമത്തെ ടിപ്പ് എനിക്ക് പറയാനുള്ളത്, റിയൽ പേഷ്യൻറ്റ്, മാനിക്കനാണെങ്കിൽ തന്നെ റിയൽ പേഷ്യൻ്റായിട്ട് കൺസിഡർ ചെയ്യുക. യൂഷ്വലി അസസ്മെൻറ്റ് സ്റ്റേഷനിൽ റിയൽ പേഷ്യൻ്റാണ് കിട്ടുക. രണ്ടാമത്തെ കാര്യം ടൈം, ഫോക്കസ് ഓൺ ടൈം. നമ്മൾ ആ ബോഡി വെച്ചിരിക്കുന്ന ക്ലോക്കിൽ നോക്കുക. മൂന്നാമത്തെ കാര്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ചില കേസസിൽ
നമ്മൾ പേഷ്യൻ്റ് ID ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ ID കാണത്തില്ല, അല്ലെങ്കിൽ അലർജിയുള്ള പേഷ്യൻ്റാണെങ്കിൽ ചിലപ്പോൾ റെഡ് ആയിരിക്കത്തില്ല ID മണ്ണിട്ടേക്കുന്നത്, വൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിനോട് വെർബലൈസ് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇതൊന്നും അതായത് പിന്നെ ഒരു കാര്യം, നമ്മൾ സാധാരണ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ലിനിക്കലിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, നമ്മളിങ്ങനെ മനസ്സ് ചിന്തിക്കുക, നമ്മളത് ഉറക്കെ പറയത്തില്ല. പക്ഷേ ഇവിടെ ഓസ്കി എന്ന് പറഞ്ഞാൽ എന്താ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നോ അതെല്ലാം അങ്ങ് പറയുക, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നോ അതിനെല്ലാം ഒരു റാഷണൽ. ഇപ്പോൾ നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറൊരു സ്റ്റേഷനിലെ കാര്യം, ഒരു മെഡിസിൻ കൊടുത്തില്ല, അതിനൊരു റാഷണൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു റാഷണൽ കാണും, അത് മനസ്സിൽ വിചാരിക്കുമല്ല, അത് ഉറക്കെ പറഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്തില്ല, അതിൻ്റെ റീസൺ ഇതാണ് എന്ന് വെർബലൈസ് ചെയ്യുക. അപ്പോൾ ഇത്ര ഡേറ്റ്, ടൈം, സിഗ്നേച്ചർ, ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളാണ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഈ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് അസസ്മെൻറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് നമുക്കൊരു ബുക്ക്ലെറ്റ് പോലൊരു സംഭവം, കുറേ പേജസ് ഉള്ളൊരു സംഭവം വായിക്കാൻ തരും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒത്തിരി ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം, അത് ഇഗ്നോർ ചെയ്യുക. ജസ്റ്റ് കാരണം അതിലെന്തൊക്കെയാണെന്ന് മാത്രം നിങ്ങളൊന്ന് ഓൺ അഡ്മിഷൻ അല്ലേ എന്തുവായിരുന്നു പ്ലാൻ, പേഷ്യൻറ്റിനെ ഫെമിലിയറൈസ് ചെയ്തോ, റൂമിലോട്ട് ഓറിയൻറ്റ് ചെയ്തോ, പിന്നെ അവർ ഡെഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നു, ഗ്ലാസ് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവം. അതായത് ഒരു ഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് മോഡലിൽ ഒരു സെറ്റ് ഓഫ് പേപ്പറുണ്ട്. അത് നമ്മൾ ഈ 5 മിനിറ്റ്സ് കൊണ്ട് വായിക്കാൻ തരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ സംഭവമാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താ പേഷ്യൻ്റ് എന്തെങ്കിലും ഡെഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നോ, പേഴ്സണൽ ഹൈജീൻ അസിസ്റ്റൻസ് വേണോ, അവരുടെ എലിമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ്, ഈറ്റിംഗ് എങ്ങനെയാണ്, പിന്നെ അവരുടെ ഡ്രിങ്കിങ് എങ്ങനെയാണ്, അവരുടെ സ്ലീപ്പിംഗ് എങ്ങനെയാണ്, അവരുടെ ബ്രീത്തിങ് എങ്ങനെയാണ്, ബവൽസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ അത് വർക്കിംഗ് ആണോ പ്ലേയിങ് ആണോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചേക്കുക. ഇനി അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എക്സാമിന് അസസ്മെൻറ്റ് റൂമിൽ കയറുമ്പോൾ നമ്മുടെ ടാസ്ക് കിട്ടുക അത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അസസിങ് കെയർ, കംപ്ലീറ്റ് നഴ്സിംഗ് അസസ്മെൻറ്റ് ഓഫ് യുവർ പേഷ്യൻറ്റ്, സിനേരിയോ തന്നിട്ടുണ്ട്. പിന്നെ ഫെയിലിയർ ടു കംപ്ലീറ്റ് ദ ചാർട്ട് ബിഫോർ ലീവിംഗ് ദ സ്റ്റേഷൻ വിൽ റിസൾട്ട് ഇൻ എ ഫെയിൽ, ഫിൽഡ് ഔട്ട് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ, അസ്യൂം ഇറ്റ് ഈസ് ടുഡേ ആൻഡ് ഇറ്റ് ഈസ് ഇൻ അവേഴ്സ്, അസ്യൂം ഇറ്റ് ഈസ് ടുഡേ ആൻഡ് 10 o'clock എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റും ടൈമും, നമ്മൾ എക്സാമിന് ചെയ്യേണ്ട ആ ഡേറ്റും ടൈമുമാണ്. ദ പേഷ്യൻ്റ് ഹാസ് ജസ്റ്റ് അറൈവ്, ദിസ് ഡോക്യുമെൻറ്റേഷൻ ഈസ് ഫോർ യു യൂസ് ആൻഡ് നോട്ട് മാർക്ക്ഡ് ബൈ ദ എക്സാമിനർ. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അസസ്മെൻറ്റ്, ഇപ്പോൾ ബ്ലഡ് പ്രഷർ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് റഫായിട്ട് എഴുതി വെക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു പേപ്പറുണ്ട്, അവിടോട്ട് നമുക്ക് എഴുതാം. അതായത് നമ്മൾ അസസ്മെൻറ്റ് റൂമിൽ കയറുമ്പം ഇങ്ങനത്തെ ഒരു പേപ്പർ നമ്മുടെ ടേബിളിൽ കാണും, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എക്സാമിനർ തരും. അപ്പോൾ ആ ഡേറ്റും ടൈമുമാണ് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ ഇടേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഏത് അസസ്മെൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പേപ്പറാണ് ദ മെയിൻറ്റെയിനിങ് സേഫ് എൻവയോൺമെൻറ്റ്, ബ്രീത്തിങ്, കമ്മ്യൂണിക്കേഷൻ അല്ലെ കൺട്രോളിങ് ടെമ്പറേച്ചർ, നമുക്ക് വേണ്ട നോട്ട്സൊക്കെ ഇതിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 പേപ്പറാണ് നമ്മൾ അസസ്മെൻറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ പേപ്പേഴ്സൊക്കെ ആയിട്ട് ഫെമിലിയറൈസ് ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഇതേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗ് കിട്ടിയാൽ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പേപ്പർ ആയിരിക്കും. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ടെമ്പറേച്ചർ അങ്ങേ സൈഡിലാണ് കിടക്കുന്നത് കണ്ടോ. പക്ഷേ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ, അങ്ങേ സൈഡിലല്ല കൊണ്ട് വരയ്ക്കേണ്ടത്, ഇവിടെ തന്നെ വരയ്ക്കണം. പിന്നെ അതാണെങ്കിൽ ടെമ്പറേച്ചറിന് ഒരു ഇൻറ്റു മാർക്കാണ്, ബാക്കി എല്ലാത്തിനും കുത്തും. ബ്ലഡ് പ്രഷർ കണ്ടോ ഈ ആരോ ഇട്ട് യോജിപ്പിക്കുക, ടെമ്പറേച്ചറിന് ഇൻറ്റു മാർക്കാണ്. അപ്പോൾ ഇതാണ് ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗ് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ന്യൂസ് 2 ഹോസ്പിറ്റൽ സെറ്റിങ്ങിലും കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലാണ് നമ്മുടെ ഒബ്സർവേഷൻ ചെയ്യാൻ ഈ ഒരു ചാർട്ടാണ്, ഈ എക്സാക്ട്ലി സെയിം ചാർട്ടാണ് നമുക്ക് എക്സാം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സുമായിട്ടൊക്കെ ഒന്ന് ഫെമിലിയറൈസ് ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓസ്കി സീരീസിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ OETയുടെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, ഓസ്കി സീരീസ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇത് ഓസ്കി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഞാനൊക്കെ വന്നപ്പം ഓസ്കി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റിലയബിളായിട്ടുള്ള ഒരു വീഡിയോസൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ അനേകം പേര് UKയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് പ്രത്യേകിച്ച് ഞാൻ ഓർത്തു മലയാളത്തിൽ ചെയ്യുവാണെങ്കിൽ അത് ഹെൽപ്പായിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇനിയും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.